വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ അവിടുന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ ദൈവമഹത്വം കാണാൻ പഠിക്കണം. ഞാൻ ഇന്ന് അവിടെ പറയണമെന്ന് ആഗ്രഹിച്ച പക്ഷേ എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇൻട്രഡ്യൂഷൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് തന്നെ 10 മിനിറ്റ് ആയിക്കഴിഞ്ഞു. പിന്നെ പറയാനായിട്ടൊന്നും നേരമില്ല. നമ്മൾ ഈ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കർത്താവിനാസം പറഞ്ഞു. വായിച്ചാട്ട് യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ. യെശയ്യാപ്രവചനം 40-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. എന്റെ ജനത്തെ ആശ്വസിപ്പീൻ, എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, ആശ്വസിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. നിങ്ങളുടെ ദൈവം പറയുന്നു, നീ ജനത്തെ എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. പിന്നെ യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ച്, യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ച്, അവളുടെ യുദ്ധസേവ കഴിഞ്ഞും, അവളുടെ യുദ്ധസേവ കഴിഞ്ഞു, അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും, അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും, അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന്. നമ്മൾ ഇനി ഇരട്ടിയായിട്ട് പ്രാപിക്കാൻ ഇനി വല്ലതും ബാക്കിയുണ്ടോ? എല്ലാവരും പ്രാപിച്ചാലില്ലയോ? ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാപിച്ചതാ, ഇല്ലയോ? ഇനിയുണ്ടോ ബാക്കി? ഒത്തിരി നമ്മൾ ഈ ഭൂമി വെച്ച് പ്രാപിച്ചു കഴിഞ്ഞല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ പോയില്ലയോ? ഇനി പോകാൻ പകലും ബാക്കിയുണ്ടോ? ഉണ്ടോ കർത്താവിന്റെ? ഒത്തിരി പ്രശ്നത്തിലൂടെ പോയില്ലയോ? ഒത്തിരി പ്രതികൂലങ്ങൾ കണ്ടില്ലേ? കണ്ടായിരുന്നു? ഞാനൊത്തിരി കണ്ടായിരുന്നു. നിങ്ങളോ? കണ്ടു. മതി ഇനി പോരായോ? അടുത്ത വാക്യം. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയി. ഇനി നമ്മൾ എന്തോ ചെയ്യണം? ദൈവത്തിന് വേണ്ടി വഴി ഒരുക്കണം. മതി അല്ലേ പറയണം? മതി, എൻ്റെ പ്രശ്നങ്ങൾ ഇനി മതി, പ്രശ്നങ്ങളിൽ കൂടെ നടന്നത് മതി, ഇനി നമുക്ക് ദൈവത്തിന് വഴിയൊരുക്കാം. എന്നിട്ട് ദൈവത്തിന് വഴിയൊരുക്കിയെങ്കിലേ ദൈവം ഇറങ്ങി വന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രവർത്തിക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങി വരുമെന്നല്ല ഞാൻ പറഞ്ഞ്. ദൈവത്തിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഓപ്പൺ ദ വേ. നമ്മൾ വഴി ഒരുക്കി കൊടുക്കണം കർത്താവിന് വേണ്ടി. അതിന് ഏക മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം ധ്യാനിക്കുക എന്നുള്ളതാണ്. ദൈവവചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവും പകലും ദൈവവചനം ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ നീ പ്രോസ്പറാകും. ഇങ്ങനൊന്ന് ചിന്തിച്ച് യോശുവയോട് ദൈവം പറഞ്ഞു, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. പിന്നെ പറയുകയാണ്, നിന്റെ നേരെ ഒരുത്തനും നിൽക്കത്തില്ല, ഒരുത്തനും. ഇത് ഞാൻ പൂർണ്ണമായിട്ട് ഒരുപാട് വർഷം മുമ്പ് വിശ്വസിച്ച ഒരു കാര്യമാണ്. എന്നിട്ട് പറഞ്ഞത്, ഇദ്ദേഹത്തിന് യുദ്ധങ്ങളുണ്ട്, ഇദ്ദേഹത്തിന് അനേക രാജ്യങ്ങളോട് എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം, ശത്രുക്കളെ കീഴടക്കണം. അതിനുശേഷം പിന്നെ ആ ദേശം അതൊന്നും എടുക്കുകയൊന്നും വേണ്ട, അതൊന്നും സമയമില്ല. ഈ ദേശങ്ങളെ മുഴുവനും പിടിച്ചടക്കണം. എന്നിട്ട് ഇവർക്ക് ദേശങ്ങൾ അളന്ന് വിഭാഗിച്ച് 12 ഗോത്രത്തിനും കൊടുക്കണം. ലേവ്യ ഗോത്രത്തിന് 12 ഗോത്രത്തിനും അതിനകത്തിൽ അവർക്ക് പാർക്കാനുള്ള സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഈ മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അതിലിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ആണോ അല്ലയോ? ഓക്കെ, ഇതെല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ ഇവരുടെ ഡെയിലി ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഇദ്ദേഹത്തിന് നിലത്ത് നിൽക്കാൻ നേരമുണ്ടോ? ഉണ്ടോ? ഇദ്ദേഹത്തോട് ദൈവം പറയുകയാണ്, നീ രാവും പകലും എന്തോ ചെയ്തുകൊണ്ടിരിക്കണം? രാവും പകലും നീ എൻ്റെ പ്രമാണം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഇനി നിങ്ങൾ പറഞ്ഞേ, എന്തോ ചെയ്യേണ്ടത്? പറ്റുമോ? പറ്റണം. എന്നാൽ നീ പ്രോസ്പറാകും. നീ പ്രോസ്പറാകാൻ ഉള്ള മാർഗം ഇത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്ന തെറ്റൊന്നും ധരിക്കരുത്. ഈ നമ്മുടെ നാട്ടിൽ ഒരു ഉപദേശം ഇവിടെ കൊണ്ടുവന്നില്ലയോ? 24 മണിക്കൂർ ഇതിനകത്തിലിരിക്കുക. മിക്കവാറും ഉപദേശിമാരുടെ ജോലി അത് തന്നെയാണ്. ആന്നോ കർത്താവിൻ്റെ ദാസനെ പറഞ്ഞേ? ആന്നോ അല്ലയോ? പണ്ട് ഫോണില്ലായിരുന്നു. കർത്താവിന് അതിനിപ്പോൾ ഫോണിലിരിക്കാൻ നേരമില്ല. പോയി ജോലിക്ക് പോയാലേ വീട്ടിൽ കാര്യം നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടുത്തെ ഉപദേശിമാർക്ക് ജോലിയൊന്നും ചെയ്യണ്ട. 24 മണിക്കൂറും ഫോണിനകത്താണ്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഒത്തിരി പേരോട് പറഞ്ഞു,
നമുക്ക് ഞാൻ ഇവിടെ വന്ന പുള്ളിയോട് തന്നെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഇവിടെ മീറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരുടെ കാല് പിടിച്ചൊന്നും മീറ്റിംഗ് ഒന്നും വാങ്ങാൻ പ്രയാസമാണ്. ഒറ്റ മാർഗമേ ഉള്ളൂ, പ്രാർത്ഥിക്കുക. അതെങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? അന്യഭാഷ പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ ഒരാഴ്ച കൊണ്ട് താമസിച്ചു, ഒരു ദിവസം പോലും എന്ത് ചെയ്തില്ല. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നെ പുല്ല് വെട്ടിത്തരാൻ തയ്യാറായിരുന്നു, മരം വെട്ടിത്തരാൻ തയ്യാറ്, എന്ത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എന്തിന് സമയമില്ല. ആർക്ക് വേണ്ടിയാ? ഫ്യൂച്ചറിൽ ചെന്ന് 15-ാം തീയതി വരെ നിൽക്കേണ്ടി വരെ അത് ഇട്ടേ ചോടി പോയി. എന്താണെന്നറിയാമോ? 24 മണിക്കൂറും ഫോണിനകത്ത് ഇരിക്കുക. ദൈവമഹത്വം വെളിപ്പെടണോ? വി ഹാവ് ടു ചേഞ്ച്. നമ്മുടെ ജീവിതം ചേഞ്ച് ആക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവമഹത്വം വെളിപ്പെടത്തില്ല. യഹോവയ്ക്ക് വേണ്ടി നീ എന്തോ ചെയ്യണം? ആര് വഴി ഒരുക്കണം? ഞാൻ വഴി ഒരുക്കണം. വഴി ഒരുക്കുവീൻ. പിന്നെ നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടും പറ്റത്തില്ല, ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിർജ്ജനമായിട്ടിരിക്കുകയാണ്. ഈ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു. പ്രശ്നമാണ് വീട്ടിൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ് പ്രശ്നം. കല്യാണം വേണ്ട, അഥവാ കല്യാണം കഴിച്ചാൽ കൊച്ചുങ്ങൾ വേണ്ട. എന്തോ ചെയ്യേണ്ടത്? മനുഷ്യർക്ക് സങ്കടം ഉണ്ടാകത്തില്ലയോ? അപ്പനും അമ്മയ്ക്ക് സങ്കടം ഉണ്ടാകത്തില്ലയോ? ഉണ്ടാകുമോ? കൊച്ചുമക്കളെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമായി. നമ്മൾ ഈ കഥാനാഥന് കൊച്ചുമക്കളായോ? ഓൺ ദ വേയിൽ. ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ നമ്മൾ ചെറുപ്പക്കാരായിരുന്നപ്പോൾ ഈ കല്യാണം എന്ന് പറയുന്ന ആദ്യം വിചാരിക്കുന്നതെല്ലാം സെക്സാ എന്നുള്ള ചിന്തയിലാണ് മനുഷ്യർ പോകുന്നതല്ല. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോഴാണ് ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നതിൻ്റെ ആ മാനസികമായിട്ടുള്ള അതിനകത്തിലോട്ട് കയറി വരുന്നത്. അതുവരെ മറ്റേ കാര്യങ്ങളേ ഉള്ളൂ ലോകപരമായിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുഞ്ഞായി കഴിയുമ്പോഴാണ്, അപ്പനായി കഴിയുമ്പോഴാണ് ഒരു ബോധം ആർക്കുണ്ടാകുന്നത്. സ്ത്രീകളുടെ കാര്യമല്ല, പുരുഷന്മാർ, ഞങ്ങളുടെ കാര്യമാണ്. ഒരു ബോധം എന്താകുന്നു. അതിന് മുമ്പ് വല്ല ബോധം ഉണ്ടായിരുന്നു? ഒരു ബോധവുമില്ല. അതിനുശേഷം കൊച്ചുങ്ങളെ വളർത്തുന്ന കാര്യത്തിന് സ്ത്രീകൾ സഹായിച്ചു. പിന്നെ ഒരു കണക്കിന് അവരങ്ങ് വളർന്നു വരുന്നു. അപ്പം വരെ അപ്പൻ എന്നുള്ള ആ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അമ്മായിയപ്പനായപ്പോഴാണ് സംഗതികൾക്കൊക്കെ ഈ പണ്ട് പറഞ്ഞ മാതിരി ഒന്നും ഇപ്പോൾ വീട്ടിൽ പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ഇപ്പം പറയാൻ പറ്റത്തില്ല. ഇപ്പം പണ്ടത്തെ രീതി ജീവിക്കാൻ പറ്റുമോ? മരുമോനോ മരുമോളോ ഒക്കെ വീട്ടിലൊക്കെ വരും. ഒരു അങ്ങനെയല്ലയോ? അത് കഴിഞ്ഞപ്പോൾ കൊച്ചുമക്കളുണ്ടായപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ത്രീകൾക്ക് അത്രയും പ്രശ്നമില്ല, പുരുഷന്മാർക്ക് വലിയ പ്രശ്നം. അവരോട് സംസാരിക്കുന്ന രീതിക്ക് എന്തോ ഉണ്ടാകണം, വ്യത്യാസം ഉണ്ടാകണം. വ്യത്യാസപ്പെടുത്തിക്കോണം ഇപ്പം തന്നെ, അല്ലെന്നുള്ള വഴക്ക് കിട്ടും. അച്ഛൻ ഇങ്ങനെയാണോ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമെന്ന് ചോദിക്കത്തില്ലയോ? തീർച്ചയായിട്ടും ചോദിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനിയും ചോദിക്കും. അപ്പം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ മാറുമ്പോഴാണ് നമുക്ക് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനു മുമ്പേ വല്ല വ്യത്യാസം അറിയാമായിരുന്നു? ഉണ്ടാക്കണമെന്ന് അറിയാമായിരുന്നു? ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മളങ്ങനെ ജീവിച്ചു പോയായിരുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ജീവിതത്തിന് വഴി മാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി മാറിക്കൊടുത്തു, കൊച്ചുമക്കൾക്ക് വേണ്ടി വഴി മാറിക്കൊടുത്തു. ഇപ്പം നമ്മൾ വഴി ഒരുക്കി ഇപ്പോൾ എനിക്ക് 6ാമത്തെ കുഞ്ഞ് ഓൺ ദ വേയിലാണ്. എൻ്റെ മോൻ ഗർഭിണിയാണ്, മോൻ്റെ വൈഫ് ഗർഭിണിയാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന്, ദൈവത്തിന് വേണ്ടി നമ്മളെന്തോ ഉണ്ടാക്കി കൊടുക്കണം? വഴി ഒരുക്കി കൊടുക്കണം. അത് പെരുവഴി ഒരുക്കി കൊടുക്കണം. എങ്ങനെയുള്ള സ്ഥലത്താണ്? നിർജ്ജന പ്രദേശത്ത്. നിർജ്ജനം എന്ന് പറഞ്ഞാൽ നമ്മളെ ആരും സഹായിക്കാൻ, നമുക്ക് വേണ്ടാതെ ആരും സഹായിക്കും? ഒറ്റയ്ക്ക് വേണം ഒരുക്കി ചെയ്യാനായിട്ട്. യാക്കോബ് ഒറ്റയ്ക്കായിരുന്നു, ബലം പിടിച്ചു വാങ്ങുമായിരുന്നു. നമ്മൾ വഴി ഒരുക്കണം. യാക്കോബ് ഒറ്റയ്ക്ക് പറഞ്ഞു, ബലം പിടിച്ചു, ഗുസ്തി പിടിച്ചു, എനിക്ക് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. വഴി ഒരുക്കിയത് മാത്രമല്ല, അനുഗ്രഹിച്ച് ഭാവിച്ചിട്ടാണ് പോയത്.
ഈ പെന്തിക്കോസുകാരെല്ലാം പറയുന്നത് എന്നാണെന്നറിയാമോ? യാക്കോബ് ഉപായി ആയിരുന്നു, നിന്റെ പേര് യാക്കോബ് എന്നിട്ട് നീ ഉപായി അല്ലായിരുന്നു, നീ അങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ അല്ലായിരുന്നു, അതുകൊണ്ടാണ് പേര് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് എഴുതിയേക്കുന്നത്. ഇവരില്ലാത്ത കഥ എന്ത് ചെയ്തു? ഉണ്ടാക്കി മനുഷ്യൻ്റെ തല്ലിലോട്ട് കയറ്റി വെക്കും. അതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. നമ്മൾ വൈദ്യത്തിനകത്ത് ഉള്ളതിനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക്, അനേക പ്രശ്നങ്ങൾക്ക് എന്തുണ്ടാകും? പരിഹാരമുണ്ടാകും. അതിനകത്ത് പറഞ്ഞു, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി എന്തല്ല. അപ്പം നീ ഉപായി ആയതുകൊണ്ട് അന്നേ അതിൻ്റെ പേര് മാറ്റിയെന്ന് പറഞ്ഞേ. നീ അവന്മാരോടൊക്കെ എന്താ ചെയ്തായിരുന്നു? മല്ല് പിടിച്ചു. അവന്മാരാരും തരത്തില്ലെന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു. ചേട്ടന് ആ 1 മിനിറ്റ് നേരത്തെ എന്താണ് ജ്യേഷ്ഠാവകാശമേ ഉള്ളൂ. പക്ഷേ ഈ പുള്ളിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. എടാ, നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നീ എനിക്ക് തന്നേരെന്ന് പറഞ്ഞാൽ അത് വല്ല കുഴപ്പമുണ്ടോ? നിനക്കോ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും നിനക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ സൂപ്പൊക്കെ തരാം, അതെനിക്ക് തന്നേര്, സിമ്പിളായിട്ട് ചോദിച്ചാൽ അല്ലേ? പക്ഷെ അതിനെ പെന്തിക്കോസുകാർ പെരുപ്പിച്ച് ഇവരെ യേശാവിൻ്റെ കൂടെ ജീവിക്കാൻ നടക്കുന്നവരാണെന്ന് തോന്നും. കണ്ടു അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത്? അങ്ങനെയല്ലേ? യേശാവിൻ്റെ കൂടെ ജീവിക്കാൻ തോന്നും. പക്ഷെ തന്നെ ഇവരല്ലേ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ ഉപദേശം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് യാക്കോബിനെ കുറ്റം പറഞ്ഞ് പ്രസംഗിച്ച് അന്നേരം തന്നെ കുഴഞ്ഞു വീണ് അവിടെ മരിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ അന്നേരം തന്നെ അങ്ങ് പോകത്തൊന്നുമില്ല. എന്നാലും ഞാൻ എൻ്റെ ഇമാജിനേഷൻ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കും. മതി ഇങ്ങോട്ട് നോക്കി. ഇനിയും നിങ്ങൾ യാക്കോബ് യാക്കോബും ഇവിടെ പന്തിലിരിക്കുക, ഞാനിവിടെ വന്ന് ഓപ്പോസിറ്റ് കഴിഞ്ഞ് വീണ് മരിച്ചതിന് കൂടി വന്നിട്ട് ഇവിടെ വന്ന് കുത്തിയിരിക്കുക. എങ്ങനെ ഇരിക്കുക എൻ്റെ മുഖത്തൊക്കെ? എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? യാക്കോബിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? അബ്രഹാമിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇസഹാക്കിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? കുറ്റം പറഞ്ഞേച്ചാ ഇത് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ഈ യാക്കോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നറിയണം. യാക്കോബ് വല്യപ്പച്ചൻ്റെ ഇരട്ടനായിരുന്നു. വല്യപ്പച്ചൻ കർത്താവിൽ വിശ്വസിച്ചതേ ഉള്ളൂ. ഈ പുള്ളി സ്വപ്നം കണ്ടതിനെ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തവനാ. സ്വപ്നം കണ്ടു, അത് ഭൂമിയിൽ, അതും ബദാം വൃക്ഷത്തിൻ്റെ അലരി വൃക്ഷത്തിൻ്റെ കമ്പൊക്കെ ഒടിച്ചോണ്ട് വന്ന് തോലൊക്കെ ഒരിച്ചിട്ട് ആടിനോട് പറയാം, നീ പ്രസവിച്ചോണം എന്ന് പ്രസവിക്കണം. വരയുള്ളതും പുള്ളിയുള്ളതിനെയും പ്രസവിച്ചോണം. മറ്റേവനോടും പറയാണ്, നീ ഇതുപോലൊക്കെ ചെയ്തോണം. അങ്ങനെ പുള്ളി 6 വർഷം കൊണ്ട് മഹാസമ്പന്നനായി. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങളൊക്കെ പെരുകാൻ തുടങ്ങി. അമ്മായിയപ്പൻ ഒരു കോണിക്കൊന്ന് ഓട്ടിച്ചോണ്ട് പോകുന്നു. പുള്ളി പറയുന്നത്, നീയും ഓട്ടിച്ചോണ്ട് പോയാൽ നീ എന്താ ഓട്ടിക്കാൻ പോകുന്നു? ഞാനിവിടെ പ്രസവിപ്പിച്ചിട്ട് എടുക്കും. നമ്മളാണ് അമ്മായിപ്പൻ കൊണ്ടുപോയി വിടുമോ? അമ്മായിപ്പനെ പുറകെ പോയി പിടിക്കത്തില്ല, ആരും പിടിക്കുമെന്നേ. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പോയില്ല. ഇദ്ദേഹം ദൈവത്തിന് വേണ്ടി എന്തുണ്ടാക്കി? വഴിയൊരുക്കി. ജോസഫ് ദൈവത്തിന് വേണ്ടി എന്തുണ്ടാക്കി? വഴിയൊരുക്കി. ഈ ദാവീദിൻ്റെ മുന്നിൽ വലിയ പ്രശ്നമാണ്. ഇതുപോലെ പ്രശ്നം ഉണ്ടായ ഒരു രാജാവ് വേറെ ഒന്നുമില്ല. സ്വന്തം അമ്മായിയപ്പൻ സ്വന്തം അവരുടെ ജീവനെ രക്ഷിച്ചു കൊടുത്തതാണ്, എന്നിട്ടും കൊല്ലാൻ നടക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇദ്ദേഹത്തെ കൊല്ലാനുള്ള വഴിയൊക്കെ വന്നതാണ്. 2 പ്രാവശ്യം എങ്ങനെ വേണേലും കൊല്ലാമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തില്ല? കൊന്നില്ല. കാരണം പറയുന്നത് എന്താണെന്നറിയോ? ദൈവം എനിക്ക് വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്ന സിംഹാസനം എന്നുണ്ടെങ്കിൽ എനിക്ക് കൊന്നിട്ട് വേണ്ട, ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് വഴിയൊരുക്കുന്നത്. ഞാനല്ല വഴിയൊരുക്കാൻ പോകുന്നത്. ഞാൻ ഒരിക്കലും അത് ശരിയാകത്തില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കും. ദൈവം അവിടെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? സിംഹാസനം തരും. അപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കണം. മുമ്പേ പറഞ്ഞു, മറിയ എന്ന് കർത്താവിനോട് പറയും. യേശു മോനോടാണ് പറഞ്ഞത്. മറിയോട് യേശു ചോദിച്ചു തന്നെയാണ്, നമുക്ക് ഈ കാര്യത്തിൽ എന്താ പ്രശ്നമുള്ളത്? ആരുടെയോ കല്യാണം എവിടെയോ നടക്കുന്നു, അത് നമ്മളെ ക്ഷണിച്ചു, നമ്മളിവിടെ വന്ന് നമുക്കിതിനകത്ത് യാതൊരു കാര്യവുമില്ല, നമുക്ക് കഴിച്ചു പോയാൽ മതി എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. മറിയ അതിനെ അവഗണിക്കാതെ, അതിനെ കാര്യമാക്കാതെ വേലക്കാരോട് എന്നിട്ട് പറയണം,
അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യും. അപ്പം അവൾ എന്ത് ചെയ്തു കൊടുത്തു? യേശുവിന് വേണ്ടി വഴി ഒരുക്കി, ആ പാത ഒരുക്കി കൊടുത്തു. അപ്പം ഇനി കർത്താവിൻ്റെ മുന്നിൽ ഈ നാല് പേരും കൂടെ വന്ന് നിൽക്കാന്നിരിക്കട്ടെ. നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ വേലക്കാരെ പോലെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വായും പൊത്തി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ യജമാനൻ്റെ അടുക്കൽ. അവൻ കൽപ്പിച്ചാൽ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് വായും പൊത്തി എന്തെങ്കിലും വേലക്കാർ വന്ന് നിൽക്കുന്ന ഉടനെ എന്തിനാണ് വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റുമോ? എന്തിനാ വന്നതെന്നുള്ളവരെ യേശുവിന് അറിയാം. അപ്പോൾ യേശു അവനോട് പറയാതിരിക്കാൻ പറ്റുമോ? ഇതാണ് അതിൻ്റെ കാര്യം. നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? വഴി ഒരുക്കാൻ പഠിക്കണം. ആർക്ക് വേണ്ടി? നമ്മുടെ ദൈവത്തിന് വേണ്ടി. ഇന്ന് മുതൽ പറഞ്ഞാൽ ഇന്ന് മുതലേ കർത്താവിന് വേണ്ടി വഴി ഒരുക്കും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? വഴി ഒരുക്കി കൊടുക്കണം. നിങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരെ, ഞാൻ ഒന്നും ചെയ്തിട്ടല്ല ഞാൻ ഈ ശുശ്രൂഷയെല്ലാം ചെയ്യുന്നത് ആണോ? ഇല്ല. ഞാൻ ആകെ പോവുകയും കുത്തിയിരുന്ന് ആരോടും ചോദിക്കുന്നില്ല, അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇപ്പോൾ വലിയ പ്രാർത്ഥനയൊന്നുമില്ല. കാരണം ഇപ്പം മുട്ടുമടക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ മുട്ടുമടക്കി അല്ല കവന്ന് വീണ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം അത് വയ്യാത്തത് കൊണ്ട് നടന്നുകൊണ്ട് ഉള്ള ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ ഉള്ളൂ. ഈ ദൈവം വഴി ഒരുക്കുന്ന ഉടനെ വൻ കാര്യങ്ങളെ നമ്മളിൽ കൂടി പ്രവർത്തിക്കും. അടുത്ത ഭാഗം വായിച്ചാട്ട്. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. എല്ലാം പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിലെ മലയും കുന്നും എല്ലാം താണു വരും, താഴ്വരയൊക്കെ നികന്നു വരുന്ന സമയം അടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മക്കളെ, നമ്മുടെ ജീവിതത്തിലെ താഴ്വരയൊക്കെ നികരാൻ പോവുകയാണ്. എന്നും ഒരുപോലെ ഇരിക്കത്തില്ല എല്ലാവരുടെയും ജീവിതം, ആണോ? അല്ല, എല്ലാത്തിനും വ്യത്യാസമുണ്ടാകും. എന്നും ഒരേ കണക്കിന് പോകത്തില്ല. പറഞ്ഞാട്ടെ, എൻ്റെ താഴ്വരയൊക്കെ നിവരുന്ന സമയം എടുത്തിരിക്കുന്നു. എൻ്റെ കുന്നുകളൊക്കെ, എൻ്റെ മുന്നേ നിൽക്കുന്ന മല പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ സമഭൂമിയാകാൻ പോവുകയാണ്. ഞാൻ ദൈവത്തിനു വേണ്ടി വഴി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ദൈവത്തിനു വേണ്ടി വഴി ഒരുക്കുന്നുണ്ട്. ഇതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വാക്യം, വളഞ്ഞു കിടക്കുന്നത് ഇതിനു വഴി പോകാൻ പറ്റത്തില്ല, അത് ചൊവ്വായിട്ട് വരും. പിന്നെ അടുത്തത്, ദുർഘടമായിട്ട് കിടക്കുക. എൻ്റെ മുന്നേ ദുർഘടങ്ങളെല്ലാം അത് സമമായി തീരും. അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടും. ഞാനിവിടെ സമയമില്ലാത്തതുകൊണ്ട് നിർത്താൻ പോകുന്നതിന് മുമ്പേ നിങ്ങളോട് 3 കാര്യങ്ങളാണ് ദൈവമഹത്വത്തിനകത്തുള്ളത്. പിന്നീട് ഏതെങ്കിലും സമയത്ത് ഞാൻ പറയാം. ഒന്ന്, പ്രസൻസ് ഓഫ് ഗോഡ്. പ്രസൻസ്, ദൈവ സാന്നിധ്യം. പവർ ഓഫ് ഗോഡ്. 3, ഗുഡ്നെസ് ഓഫ് ഗോഡ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാസറിൻ്റെ വിഷയത്തിലാണ് ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞത്. അവിടെ എന്ത് സംഭവിച്ചു? പ്രസൻസ് ഓഫ് ഗോഡ്, ഹി ഹിംസെൽഫ് ദെയർ, റൈറ്റ്? അത് കഴിഞ്ഞതിന് ശേഷം പവർ ഓഫ് ഗോഡ്. ലാസറേ നീ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ദൈവശക്തി അവിടെ വ്യാപരിച്ചു. വാട്ട് ഈസ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്? ലാസർ മരിച്ചവൻ എഴുന്നേറ്റ് പുറത്തു വന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവ മഹത്വം അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ സഭാജീവിതത്തിൽ, എൻ്റെ എല്ലാ വിഷയത്തിലും നിരുമഹത്വം വെളിപ്പെടണം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആ മഹത്വം എങ്ങനെയാണ് വരാൻ പോകുന്നത്? യെശയ്യാപ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം. യെരൂശലേമിൽ സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തും അതിലെ സഭായോഗങ്ങളിന്മേൽ. ഹലോ, ഇങ്ങോട്ട് നോക്കിയേ. നമ്മുടെ വാസസ്ഥലത്തിലും സഭായോഗങ്ങളിന്മേലും പിന്നെ പകലിന് ഒരു മേഘവും പുകയും രാത്രിയിൽ അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. പിന്നെ
സകല തേജസ്സിനും മീതെ സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഒരു വിധാനമുണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായ ഒരു വിധാനം ഉണ്ടാക്കും. ഞാൻ അതവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. കഴിഞ്ഞ ഈ വ്യാഴാഴ്ച സൂമിൽ കൂടെ പ്രസംഗിച്ചു വരുന്നുണ്ട്. ഒരു സഹോദരി പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞാട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ പഠിപ്പിക്കുന്ന അനുസരിച്ചിട്ട് ഈ സഹോദരി എങ്ങാണ്ട് പോകുമായിരുന്നു. ഭയങ്കര മഴയും മഞ്ഞും തണുപ്പും എല്ലാം കൂടെ ആയിരുന്നു. സഹോദരി പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറട്ടെ, മഴയും മഞ്ഞും കാറ്റും എല്ലാം മാറിപ്പോകട്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തേക്ക് അതെല്ലാം മാറി. ദൈവമഹത്വം വെളിപ്പെട്ടു. വെയിലും മഴയും കൊള്ളാതിരിപ്പാൻ ഞാനൊരു മറവിടമായിട്ട്, ഒരു സങ്കേതമായിട്ട്, ഒരു വിധാനത്തെ സൃഷ്ടിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വിധാനം സൃഷ്ടിക്കട്ടെ. ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങളുടെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.